നമസ്കാരം. രാജ്യത്തു നിന്നും നക്സലിസം തുടച്ചു മാറ്റുക എന്നത് കേന്ദ്രം ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പാണ് ഇപ്പോ നരേന്ദ്രമോദിയിലൂടെ കേന്ദ്ര സർക്കാർ സാധിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മാർച്ച് 31-നകം രാജ്യത്തിനകത്തു നിന്നും നക്സലിസം തുടച്ചു നീക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. 87ാമത് CRPF ദിന പരേഡിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വടക്കു കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ CRPF ദിന പരേഡാണ് നടന്നത്. ജമ്മു കാശ്മീരിൽ സൈന്യം നിർണായക നടപടികൾ എടുത്തിരുന്നു എന്നും അവിടെ കല്ലെറിയൽ സംഭവങ്ങളുടെ എണ്ണം 0 കുറഞ്ഞുവെന്നും മണിപ്പൂരിലെ വംശീയ അക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും മാവോയിസ്റ്റുകളുടെ കോട്ട തകർക്കുന്നതിനും സൈന്യം വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലും എണ്ണമറ്റ ജില്ലകളിലും നക്സലിസം വ്യാപിച്ചു. കേന്ദ്രം ഈ ഭീഷണിയെ പിഴുതെറിയാൻ തീരുമാനിച്ചപ്പോൾ CRPF-ഉം കോബ്രോസ് സേനയും ഈ ശ്രമത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. ഇത്രയും വലുതും സങ്കീർണവും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു ദൗത്യം വെറും 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി. CRPF ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ 2026 മാർച്ച് 31-ഓടെ രാജ്യം നക്സലിസത്തിൽ നിന്നും പൂർണ്ണമായി മുക്തമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 2025 ഏപ്രിൽ മെയ് മാസങ്ങളിൽ 31 നക്സലുകൾ കൊല്ലപ്പെട്ടിടമാണ് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കരേഗുഡ് കുന്നുകൾ. ഇവിടെ നടത്തിയ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റിന് സേന എത്ര അഭിനന്ദിച്ചിട്ടും മതിയാകില്ല. 45 ഡിഗ്രി സെൽഷ്യസ് താപനില സഹിച്ചുകൊണ്ട് വളരെ വെല്ലുവിളി നിറഞ്ഞ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളിൽ CRPF ഉദ്യോഗസ്ഥർ 21 ദിവസങ്ങളിലായി ഓപ്പറേഷൻ നടത്തി. നക്സലൈറ്റുകളുടെ ശക്തി കേന്ദ്രം ഇല്ലാതാക്കുകയും ചെയ്തു. അസാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ ഉയർന്ന താപനിലയാൽ ചൂടേറിയ പാറക്കെട്ടുകളിൽ ആ 21 ദിവസം പ്രവർത്തിച്ചപ്പോൾ CRPF ജവാന്മാർ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ല. ഒടുവിൽ നക്സലുകളുടെ തന്ത്രപ്രധാനമായ അടിത്തറ തകർത്തെറിയുകയായിരുന്നു. അതേസമയം ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 4 മാവോയിസ്റ്റ് സ്മാരകങ്ങൾ സേന തകർത്തെറിഞ്ഞു. സമീപ വർഷങ്ങളിൽ തീവ്രമായ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഫാർസഗഡ്, ദാരോ പോലീസ് സ്റ്റേഷൻ പ്രദേശങ്ങൾക്ക് കീഴിലായിരുന്നു ഈ സ്മാരകങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത്. 4 പതിറ്റാണ്ടിലേറെയായി ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമായി തുടരുന്ന ഇടമാണ്. അവർ വിശാലമായ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് സ്മാരകങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഈ മാസം ആദ്യം സുക്മ ജില്ലയിലെ ഗോകുഗണ്ട ഗ്രാമത്തിൽ CPI കേന്ദ്ര കമ്മിറ്റി അംഗമായ രാമണ്ണ എന്ന റാവു ലാല ശ്രീനിവാസന്റെ സ്മാരകം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് തകർത്തെറിഞ്ഞു. ഈ പ്രദേശം വളരെ കാലം മാവോയിസ്റ്റ് സാന്നിധ്യത്തിലായിരുന്നുവെന്നും മുമ്പ് സുരക്ഷാ സേനയ്ക്ക് അപ്രാപ്യമായിരുന്നുവെന്നും 74ാം ബറ്റാലിയന്റെ അസിസ്റ്റന്റ് കമാൻഡർ പറയുന്നു. ഗഡ്ചിരോളിയിൽ 44 നക്സൽ സ്മാരകങ്ങളും തകർത്തെറിഞ്ഞു. എലൈറ്റ് C-16 ആന്റി നക്സൽ ഫോഴ്സ്, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ്, CRPF എന്നിവ ഉൾപ്പെടെ 18 ടീമുകളിൽ നിന്നുമുള്ള 800ഓളം പേർ ഈ ഡ്രൈവിൽ പങ്കെടുത്തിരുന്നു. ഗഡ്ചിരോളി ജില്ലയിലെ എടപ്പള്ളിയിൽ 18 കെട്ടിടങ്ങളും, ഹെഡ്രിജിയിൽ 17 എണ്ണവും, ഫാംബ്രാഗഡിൽ 5 എണ്ണവും, ജിംലഗഡ്, ധനോർ, പെൻദാരി എന്നിവിടങ്ങളിലെ ചില കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റി. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ മാത്രം CRPF സുക്മ, ബിജാപൂർ, ഛത്തീസ്ഗഡിലെ ബസ്തർ എന്നിവിടങ്ങൾ 53 നക്സൽ സ്മാരകങ്ങൾ നശിപ്പിച്ചിരുന്നു. ഇനി എന്താവും നക്സലിസത്തിന്റെ കാര്യമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.